ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. ഇനി ബാക്കിയുള്ള 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്കറിയണം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ആശയമുണ്ടെന്നും, അല്ലെ, അത് ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഭാഗം 4A എന്ത് വരുന്നത്? മൗലിക കടമകളെ പറ്റി പറയുന്നത്. അതിൽ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അതെന്ന് പറയുന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. മൗലിക കടമകൾ ഇപ്പോൾ നിലവിൽ എത്രണ്ണമാണുള്ളത്? 11 കടമകളാണുള്ളത്. ഓക്കെ ആണല്ലോ. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക അതും എന്താണ്? മൗലിക കടമയാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക എന്നതും എന്താണ്? മൗലിക കടമകളിലുള്ളതാണ്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുക. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണെന്ന് വിചാരിക്കും. ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? ഐക്യവും അഖണ്ഡതയും നിലനിർത്തണം. അതെങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്സിനെ പറ്റി പറയുന്നില്ല അവിടെ. ഭാരതത്തിന്റെ പരമാധികാരവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടെ അല്ലാത്തത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രമാണ് ആൻസർ ആയിട്ട് വരാത്തത്. അപ്പം നമ്മൾ പഠിച്ചു വെക്കണം ഈ മൗലിക കടമകൾ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 11 മൗലിക കടമകളാണുള്ളത്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഇന്നൊരു ദിവസം എടുത്ത് ആ 11 മൗലിക കടമകൾ ഒന്ന് വായിക്കുക. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാക, ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. പിന്നെ എന്താണ്? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതേണ്ടത് ഇത് തന്നെയാണ് ഇവിടെ. നമുക്കിവിടെ വ്യക്തിയുടെ അന്തസ്സിനെ പറ്റി പറയുന്നില്ല. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അല്ലെ, പെട്ടെന്നൊരു ഇത് വന്നു, ദേശീയ സേവനം നമ്മൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പൗരന്മാർ എന്ത് ചെയ്യണം? അതിന് റെഡി ആയിരിക്കണം. പിന്നെ എന്താണ്? മതം, ഭാഷ, പ്രാദേശിക വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സഹോദര മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാര്യങ്ങൾ പരിത്യജിക്കുക. പിന്നെ നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലയിരുത്തുക. അങ്ങനെ നമുക്ക് മൊത്തം 11 ഉണ്ട്. 11ാമതായിട്ട് പിന്നീടാണ് കൂട്ടിച്ചേർത്തത്. അതായത് എന്താണ്? 6നും 14നും വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഒരുക്കുക എന്നുള്ളത് പിന്നീട് കൂട്ടിച്ചേർത്ത മൗലിക കടമ. അത് രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 11 മൗലിക കടമകളും ഒന്ന് വായിക്കുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതൊന്നെടുത്ത് വായിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ വായിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ഒരു 3-4 തവണ വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഓക്കെ ആകും. അത് കാണുമ്പോഴേക്കും. അല്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം രാജ്യത്തിന്റെ ഐക്യമുണ്ട്, അഖണ്ഡത ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ നേരെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എന്താണ്? വ്യക്തിയുടെ അന്തസ്സ് എന്ന് പറയുന്നത് അവിടെ പറയുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ മൗലിക കടമകൾ നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ നിയമവ്യവസ്ഥകളെ പറ്റി അതിൻ്റെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് നിയോഗിച്ചൊരു കമ്മിറ്റിയുണ്ട്. അതിൻ്റെ പേരാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. എന്താണ്? ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഇപ്പൊ പഠിച്ചു വെക്കണം. 51A 4A അതേപോലെ 11 കടമകൾ, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയെ പറ്റിയൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുവാനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഏതാണ്? അത് ഭാഗം 20ലാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ഭരണഘടനാ വകുപ്പുകളിൽ നമുക്ക് മാറ്റം വരുത്താം, അല്ലെ, പുതിയത് കൂട്ടിച്ചേർക്കാം, നിലവിലുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഘടനയിൽ മാറ്റം വരുത്താം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഭരണഘടന ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു ഭാഗം 20ആണ്, അല്ലെ. ഭാഗം 20 അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. എങ്കിൽ ഈ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം 368 ഭരണഘടനയുടെ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ആർക്കാണ് അധികാരമുള്ളത്? അത്
പാർലമെന്റിനാണ് അധികാരമുള്ളത്. ആർക്ക്? പാർലമെന്റിനാണ് അധികാരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കതെന്താ ഭേദഗതി ചെയ്യാനുള്ള ബില്ലെന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ എവിടെ അവതരിപ്പിക്കാം, നമ്മുടെ ലോകസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. രണ്ട് സഭകളിലും എന്ത് ചെയ്യണം? പാസ്സാക്കിയും വേണം, രാഷ്ട്രപതിയുടെ അംഗീകാരവും വേണം. അത് അങ്ങനെയാണെങ്കിൽ അത് ബില്ല് എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഭേദഗതി അത് പ്രാബല്യത്തിലാകുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഭരണഘടനാ ഭാഗം 20 എന്ത് പറയുന്നത്? ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ? കൂറുമാറ്റ വിരുദ്ധം അത് എവിടെയാണ്? ആർട്ടിക്കിൾ 52 കൂറുമാറ്റത്തെ പറ്റി പറയുന്നത്, കൂറുമാറ്റ വിരുദ്ധത്തെ പറ്റി പറയുന്നത്. അതായത് 1985 1985 52 ഭേദഗതിയിലാണ് ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്. അതായത് എന്താണ് സംഭവം? കൂറുമാറ്റ നിരോധനം എന്ന് പറഞ്ഞാൽ കൂറുമാറുക, അത്രയേ ഉള്ളൂ സംഭവം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചിട്ട് എന്ത് ചെയ്യും? വിജയിച്ചു കഴിയുമ്പോഴേക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറും. അതിനെയാണ് കൂറുമാറുക എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ പറയാണ് കമ്മ്യൂണിസ്റ്റ്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ അവരെന്ത് ചെയ്യും? അവരുടെ കീഴിൽ വരുന്ന ഒരാളെ എന്ത് ചെയ്യും? അവരങ്ങ് വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ നേരെ പോയി അങ്ങ് കോൺഗ്രസിലേക്ക് മാറുവാണ്, കൂറുമാറുവാണ്. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള വരുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന കൂറുമാറ്റ വിരുദ്ധ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അപ്പൊ എന്ത് പറ്റും? അതിന് സഭാംഗത്വം പോലും ചിലപ്പോൾ നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമുക്ക് പറയാം, ഈ പറയുന്ന ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാംഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ലാൽ ദുഹോമയാണ്. ലാൽ ദുഹോമ ആരാണ്? ലാൽ ദുഹോമ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടത്. അതായത് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മിസോറാമിൽ നിന്നാണ് വിജയിക്കുന്നത്. ഏത് വർഷം? 1986 അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോകസഭ അംഗമായിരിക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 1988 ആയപ്പോഴേക്കും അദ്ദേഹം ലോക്സഭാ സ്പീക്കർ കൂറുമാറ്റ നിരോധന പ്രകാരം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അയോഗ്യനാക്കും. അതായത് 86 അയാൾ ലോകസഭ അംഗമായിട്ട് കോൺഗ്രസിന്റെ അംഗത്വം അയാൾ രാജിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാൽ ദുഹോമ എവിടെയാണ്? മിസോറാമിലാണ്. ആരാണ് ലാൽ ദുഹോമ? എന്താണ് പ്രത്യേകത? കൂറുമാറ്റ നിരോധന പ്രകാരം എന്താണ്? അയോഗ്യനാകപ്പെട്ട ആദ്യ ലോകസഭ അംഗമാണ് ആര്? ലാൽ ദുഹോമ. ഓക്കെ ആണല്ലോ. ലോകസഭയിലും നിയമസഭയിലും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തിയും ചോദിച്ചാൽ ആരാണ്? ലാൽ ദുഹോമയാണ്. ഇനി അതേപോലെ നമുക്കുണ്ടല്ലോ ഒരാള്, ആരാണത്? ആർ ബാലകൃഷ്ണപിള്ള. ആരാണ്? ആർ ബാലകൃഷ്ണപിള്ള. ആരാണ്? അതായത് ഈ പറയുന്ന കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ചോദിച്ചാൽ ആരാണ്? ആർ ബാലകൃഷ്ണപിള്ളയാണ്. ഓക്കെ, 52 ഭേദഗതിയെ പറ്റി പറഞ്ഞു. ഈ 52 ഭേദഗതിയോടുകൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തൊരു വകുപ്പുണ്ട്, പട്ടികയുണ്ട്. അത് ഏതാണ്? അത് 10ാം പട്ടികയാണ്. 10ാം പട്ടിക, അതായത് 52 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് ഏത്? 10ാം പട്ടിക എന്ന് പറയുന്നത്. ഇനി 51 എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറയുന്ന നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ സംവരണമാണ്. ഈ 51ാം ഭേദഗതി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നാഗാലാൻഡ് ഉണ്ട്, അതേപോലെ മേഘാലയ ഉണ്ട്, അതേപോലെ മിസോറാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ലോകസഭാ സീറ്റുകളെ പറ്റിയാണ്. 53 എന്ന് പറയുന്നത് ഏതാണ്? 53ാം ഭേദഗതി എന്ന് പറയുന്നത് മിസോറാമിന് സംസ്ഥാന പദവി കൊടുക്കുന്നതാണ്. ഓക്കെ, മിസോറാമിന് സംസ്ഥാന പദവി നൽകുകയും അതേപോലെ മിസോറാമിലെ നിയമസഭയുടെ അംഗസംഖ്യ കുറഞ്ഞത് എത്രയായിരിക്കണമെന്ന് 40 ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നതാണ് 53ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, മിസോറാമിന് സംസ്ഥാന പദവി ലഭിച്ചപ്പോൾ ഏതാണ്? ഈ പറയുന്ന 53ാം ഭേദഗതിയാണ്. ഇനി ഏതാണ്? 54ാം ഭേദഗതി, അല്ലെ? 54 എന്ന് പറയുമ്പോൾ എന്താണ്? 1986 ഇതിലാണ് എന്ത് പറയുന്നത്? സുപ്രീം കോടതി അതേപോലെ തന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ശമ്പളത്തെ പറ്റിയാണ് 54ാം ഭേദഗതി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഭേദഗതികളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് ഭേദഗതികളെല്ലാം പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ വായിച്ച് നന്നായിട്ട് പഠിച്ചു വെക്കുക. താഴെ പറയുന്നവയിൽ ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഏതാണ്?
ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ്, മേനകാ ഗാന്ധി വേഴ്സസ് ഇന്ത്യ, ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. കേശവാനന്ദ ഭാരതി കേസ് നമുക്കറിയാം അല്ലെ എല്ലാവർക്കും. അതായത് ഭരണഘടനയുടെ ആ ഒരു അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഏത് വർഷമാണ്? 1973. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? അത് ഗോലക്നാഥും മറ്റുള്ളവരും വേഴ്സസ് എന്താണ്? പഞ്ചാബ് സംസ്ഥാനമാണ്. അതായത് ഈ പറയുന്ന പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ നമ്മുടെ കൈകാര്യം ചെയ്യുന്ന ഭരണഘടന ഏതാണ്? മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്താണ് വരുന്നത്? നമ്മുടെ മൗലികാവകാശങ്ങളിൽ 3-ാം ഭാഗത്താണ് വരുന്നത്. ആ ഭാഗത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പാർലമെന്റിന്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ ഏതാണ്? 368 ആണെന്ന് പറഞ്ഞു. ഏത്? 20-ാമത്തെ ഭാഗത്തിലാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. ഈ 368 പ്രകാരം അതായത് ഈ പറയുന്ന അവകാശങ്ങൾ വല്ലേ മാറ്റം വരുത്താൻ പാർലമെന്റിന് പറ്റില്ല എന്ന് പറഞ്ഞ ഇതാണ് 67-ലെ ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ് ആണ്. പഠിച്ചു വെക്കുക 1967 ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. മേനകാ ഗാന്ധി വേഴ്സസ് ഇന്ത്യ സ്റ്റേറ്റ് പറയുന്നുണ്ട്. അതേതാണ്? അതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21. നമ്മുടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനൊരു വ്യാഖ്യാനം നൽകുന്നത് ആർട്ടിക്കിൾ 21-ന് വ്യാഖ്യാനം നൽകുന്നത് മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ശങ്കരി പ്രസാദ് ആ കേസ് എന്താണ് പറയുന്നത്? അതായത് പാർലമെന്റിന്റെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞത് ഏതാണ്? ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1951. ഓക്കെ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? 67 ആയപ്പോഴേക്കും നമ്മുടെ ഗോലക്നാഥ് വിധി വന്നപ്പോഴേക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്? തിരുത്തപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? കേശവാനന്ദ ഭാരതി കേസ് 1973. അതായത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. എപ്പോഴും നമുക്ക് പരീക്ഷകളിൽ ചോദിക്കുന്ന ഇതാണ്. അപ്പൊ അതിൽ റെയർ ആയിട്ട് ചോദിച്ചതാണ് എന്ത്? ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ്. അപ്പൊ എന്താണ്? പാർലമെന്റിന്റെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ് 1967. മേനകാ ഗാന്ധി വേഴ്സസ് ഇന്ത്യ സ്റ്റേറ്റ് എന്താണ്? അത് 21 ആർട്ടിക്കിൾ 21-ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിശാലമായ വ്യാഖ്യാനം നൽകിയതാണ് മേനകാ ഗാന്ധി വേഴ്സസ് സ്റ്റേറ്റ്. ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1951-ലാണ്. ആ കേസിൽ എന്താണ് പറയുന്നത്? ഈ പറയുന്ന പാർലമെന്റിന്റെ മൗലികാവകാശങ്ങളായിക്കോട്ടെ അങ്ങനെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് ശങ്കരി. അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഗോലക്നാഥ് കേസ് വന്നപ്പോഴേക്കും അത് തിരുത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ കേസുകളെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. അതേപോലെ 2023 വന്നപ്പോഴേക്കും നമുക്കറിയാം 2023 വരുമ്പോഴേക്കും ഈ കേസിന്റെ 50-ാം വാർഷികമായിരുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള പരീക്ഷകളിൽ എല്ലായിടത്തിലും ഈ കേശവാനന്ദ ഭാരതി കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കാം. 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 73 ഭേദഗതി ഏതിൽ നിന്നാണ്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 എന്ന് പറയുമ്പോൾ ഏതാണ്? ഭരണഘടനയുടെ ഭാഗം 4. ഭാഗം 4-ലെ നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 40 പറയുന്നത് അല്ലെ. ഭാഗം 4 എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത് ഭാഗം 4-ലാണ്. അതിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. എന്താണ് 40 പറയുന്നത്? ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. അപ്പൊ അതുകൊണ്ട് തന്നെ 73-ാം ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 73-ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ 73 പഞ്ചായത്ത് രാജ് ആണെങ്കിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വ്യക്തമായ ഒരു PDF നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു പഞ്ചായത്ത് രാജും നഗരപാലികാ നിയമമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? നഗരപാലികാ നിയമമാണ്. ഓരോന്നിന്റെയും വർഷം ഏതാണ്? വർഷവും രണ്ടും സെയിം തന്നെയായിരുന്നു അല്ലെ. 73 ഇത് 73-ാം ഭേദഗതി. ഇതെന്താണ്? 74-ാം ഭേദഗതി. ഇവിടെ എന്തായിരുന്നു? നഗരസഭകളുടെ പഞ്ചായത്ത് രാജല്ലേ പറയുന്നത്. അപ്പൊ ഗ്രാമസഭകളുടെ രൂപീകരണം. ഗ്രാമസഭാ രൂപീകരണമാണെങ്കിൽ നഗരപാലികത്തിലേക്ക് വരുമ്പോൾ ഏതാണ്? വാർഡ് സഭകളാണ് ഇവിടെ രൂപീകരിക്കുന്നത്. രണ്ടിടത്തും എന്താണ്? കാലാവധി 5 വർഷമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് പഠിക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് നിങ്ങളൊന്ന് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ക്ലാസ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 73-ാം ഭേദഗതിയായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് ഈ പറയുന്ന പഞ്ചായത്ത് രാജാണ് 73. 74 ആകുമ്പോഴേക്കും എന്ത് വരും? അത് നഗരപാലിക നിയമം വരും. ഇനി എന്താണ് ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത്?
ഈ ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്താണെന്ന് നിർവചിക്കുന്നത്. 3-6-36 സ്റ്റേറ്റ് എന്താണെന്ന് നിർവചിക്കുന്നു. ഓക്കെ, എന്താണ് അവിടെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഏതാണ്? ആർട്ടിക്കിൾ 44 അല്ലെ. 44 എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെ, ഏകീകൃത സിവിൽ നിയമം. അതിനെയാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയായിരുന്നു. എപ്പോ മുതൽ? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുതൽ അവിടെ എന്തുണ്ട്? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. അതാണ് ഇപ്പോഴത്തെ പരീക്ഷകളിൽ കയറി ചോദിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് വിചാരിക്കും? അത് ഗോവയാണെന്ന് വിചാരിക്കും. ഗോവയുടെയും എന്താണ് ആ ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ. ഗോവയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, അതായത് അവിടെ പോർച്ചുഗീസുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ എന്തുണ്ട്? ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ആപ്ലിക്കബിൾ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി ആർട്ടിക്കിൾ 49 ഉണ്ട് അല്ലെ. 49 എന്താണ് പറയുന്നത്? ചരിത്ര സ്മാരകങ്ങളുടെയും ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയൊക്കെ സംരക്ഷണമാണ്. നമ്മുടെ ഈ മോണുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ സംരക്ഷണത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 49 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഗദ്യത്തിൽ രചിക്കപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആദ്യത്തെ കൃതി എന്ന് പറയുന്നത്? വർത്തമാന പുസ്തകം, ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്ര, കാശി യാത്രാ വർണ്ണനം, ഉൽക്കൽ ഭ്രമണം. ഏതാണ്? അത് വർത്തമാന പുസ്തകമാണ്. ആരാണ് വർത്തമാന പുസ്തകം എന്ന യാത്രാ വിവരണം? അത് പാറമേൽ, ആരുടേതാണ്? പാറമേൽ തോമ കത്തനാർ. ആരാണ്? പാറമേൽ തോമ കത്തനാരുടേതാണ് എന്ത് ഈ പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം. എങ്ങനെ? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ചോദിച്ചാൽ അത് പാറമേൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ പഠിച്ചാലോ? നമുക്കറിയാം മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ അതേതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥമാണ്. എങ്കിൽ അതേപോലെ തന്നെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? തുള്ളൽ കൃതി ചോദിച്ചാൽ അത് കല്യാണ സൗഗന്ധികമാണ്. കല്യാണ സൗഗന്ധികം. ഓക്കെ, ഇനി ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ചോദിച്ചാൽ അത് ഉണ്ണുനീലി സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശം. അപ്പൊ സംക്ഷേപ വേദാർത്ഥം എന്താണ്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ, മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ്. ഇനി കല്യാണ സൗഗന്ധികം എന്താണ്? തുള്ളൽ കൃതിയാണ്, തുള്ളലാണ്. ഓക്കെ, ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത് സന്ദേശകാവ്യമാണ്. ഓക്കെ ആണല്ലോ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ചോദിച്ചാൽ അത് ഏതാണ്? അത് വീണപൂവാണ്. ആദ്യ നോവൽ ഏതാണ്? കുന്തലത. ആരുടെ? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവല്. എങ്കിൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ അത് ആരുടേതാണ്? അത് ഇന്ദുലേഖ, O ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ അപസർപ്പക നോവൽ ചോദിക്കും, അതേതാണ്? അത് ഭാസ്കര മേനോനാണ്. ഭാസ്കര മേനോൻ. ഓക്കെ, ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയും. അത് ആരുടേതായിരുന്നു? അപ്പൻ തമ്പുരാന്റെ ഭാസ്കര മേനോനാണ് ആദ്യത്തെ അപസർപ്പക നോവൽ അഥവാ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് നമുക്ക് പറയാം? സൈബർ നോവൽ, അത് ചോദിക്കാറുണ്ട് അല്ലെ. സൈബർ നോവൽ ആരുടേതാണ്? M മുകുന്ദൻ. നൃത്തമാണ് അല്ലെ. ആദ്യത്തെ ചെറുകഥ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ആദ്യത്തെ ചെറുകഥ അതേതാണ്? അത് വാസനാവികൃതിയാണ്. വാസനാവികൃതി. ഓക്കെ, ആദ്യത്തെ രാഷ്ട്രീയ നാടകം ചോദിച്ചാൽ അതേതാണ്? അത് പാഠബാക്കിയാണ്. പാഠബാക്കി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാലോ. അപ്പൊ പാറമേൽ തോമ കത്തനാരുടെ എന്താണ്? ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ആരുടെ? പാറമേൽ തോമ കത്തനാർ. സംക്ഷേപ വേദാർത്ഥം എന്താണ്? മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ്. ഇനി അടുത്തേതായിരുന്നു? കല്യാണ സൗഗന്ധികം ആദ്യത്തെ തുള്ളൽ കൃതിയാണ്. ഉണ്ണുനീലി സന്ദേശം ആദ്യത്തെ സന്ദേശകാവ്യമാണ്. പിന്നെ ഏതാണ്? വീണപൂവ് ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. പിന്നെ ഏതാ? കുന്തലത ആദ്യ നോവൽ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും ആദ്യ ലക്ഷണമൊത്ത നോവൽ O ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. നൃത്തം എന്തായിരുന്നു? ഭാസ്കര മേനോൻ ഉണ്ട് അല്ലെ. ഭാസ്കര മേനോൻ എന്തായിരുന്നു? ആദ്യത്തെ അപസർപ്പക നോവൽ അഥവാ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്ന ഭാസ്കര മേനോൻ അപ്പൻ തമ്പുരാന്റേതാണ്. ആദ്യത്തെ സൈബർ നോവലാണ് ഇത് നൃത്തം എന്ന് പറയുന്നത്. ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയും ആദ്യത്തെ രാഷ്ട്രീയ നാടകം ആരുടെ? കെ ദാമോദരന്റെ എന്ത് പാഠഭാഗ്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം.
ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് മേഘദൂതമാണ്. അപ്പൊ മേഘദൂതം പരിഭാഷപ്പെടുത്തിയതാരാണ്? AR രാജരാജവർമ്മ 1895 പഠിച്ചു വെച്ചോ. 1895 AR രാജരാജവർമ്മ മേഘദൂതം. അപ്പൊ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കാളിദാസന്റെ കൃതികളായിരുന്നു ഈ പറയുന്ന അഭിജ്ഞാന ശാകുന്തളമുണ്ട്, മേഘദൂതുണ്ട്, വിക്രമോർവശീയമുണ്ട്. ഇതൊക്കെ കാളിദാസന്റേതായിരുന്നു. ഓക്കെ, ആരാണ് ദൈവയോഗം എന്ന കൃതി? ദൈവയോഗം പഠിച്ചു വെച്ചു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റേതാണ് എന്ത്? ദൈവയോഗം എന്ന കൃതി പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഇനി എന്താണ് മലയവിലാസം എന്ന് പറയുന്നത്? AR രാജരാജവർമ്മയുടേതാണ്. AR രാജരാജവർമ്മയാണ് എന്ത്? രാജരാജവർമ്മ മലയവിലാസം എന്ന കൃതി വരുന്നത്. ഓക്കെ, കേശവീയം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ മഹാകാവ്യമാണ്. അത് രചിച്ചത് ആരാണ്? KC കേശവപിള്ള. KC കേശവപിള്ളയുടേതാണ് കേശവീയം അല്ലെ? കേശവീയം ഡയറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് കേശവീയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണെന്ന് ക്വസ്റ്റ്യൻ? ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതിയാണ് ഈ പറയുന്ന മേഘദൂതം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്ര കൃഷ്ണപുരം കൊട്ടാരത്തിലെയാണ്. എന്താണ് അവിടുത്തെ ചുമർചിത്രം? അത് ഗജേന്ദ്രമോക്ഷമാണ്. ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം. അതെവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരം. അതെവിടെയാണ്? കായംകുളത്ത്, അതായത് ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? വള്ളത്തോളാണ്. വള്ളത്തോൾ നാരായണ മേനോനും അല്ലെ? കേരള കലാമണ്ഡലം ഏതാണ്? കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയത് 1927 അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. കേരള കലാമണ്ഡലം ഔദ്യോഗികമായിട്ട് വന്നത് എന്നാണ്? 1930 നവംബർ 9. ആരാണതില്? നമ്മുടെ ഇപ്പൊ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വള്ളത്തോൾ നഗർ എന്ന് പറയും. നാട്യഗ്രഹ കേട്ടോ, നാട്യഗ്രഹ. കേരള കലാമണ്ഡലം സർക്കാർ ഏറ്റെടുത്ത വർഷം ചോദിച്ചാൽ അത് 1957 1956 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? 1956 ജനുവരി 26 നമ്മുടെ കേരളം അല്ലെ രൂപം കൊണ്ടു, കേരളപ്പിറവി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? കേരള കലാമണ്ഡലം സർക്കാർ ഏറ്റെടുത്തു. ഇനി ഇതിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നുണ്ട്. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007. ഇനി ഇതിന് UGCയുടെ A കാറ്റഗറി പദവി ലഭിക്കുന്നത് 2010. അതേപോലെ തന്നെ നമ്മുടെ കേരള കലാമണ്ഡലം സന്ദർശിച്ച പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ജവഹർലാൽ നെഹ്റു. 1955 എന്ത് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവിലെ VC ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നിലവിലെ VC നിലവിലെ ചാൻസലർ ആരാണ്? നിലവിലെ ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ മല്ലിക സാരാഭായി ആണ്. ഓക്കെ, ഇനി നിലവിലെ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് MV നാരായണനാണ്. MV നാരായണൻ. ഓക്കെ ആണല്ലോ. അപ്പൊ കൽപ്പിത സർവകലാശാല 2007, UGCയുടെ A കാറ്റഗറി ലഭിച്ചത് 2010, വിസിറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു 1955. 1930 എന്ത് സംഭവിക്കുന്നത്? അതിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 1957 സർക്കാർ ഏറ്റെടുത്തു. നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായും നിലവിലെ VCR ആണ് M നാരായണനുമാണ്. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ ഓടക്കുഴൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം G ശങ്കരക്കുറുപ്പാണെന്ന്. ആൻസർ എല്ലാം വെട്ടിക്കോ. വേറെ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ് അല്ലെ? നമുക്കറിയാം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആര്? G ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ഏതിനാണ് ലഭിക്കുന്നത്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. അതുകൊണ്ടാണ് പിന്നീട് അതിന് ഓടക്കുഴൽ പുരസ്കാരം, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ഒക്കെ വരുന്നത്. ഇനി ഏതാണ്? രണ്ടാം ഊഴം ആരുടേതാണ് അല്ലെ? രണ്ടാം ഊഴം MTയുടേത്. MT വാസുദേവൻ നായർ. രണ്ടാം ഊഴം അല്ലെ? MT വാസുദേവൻ നായർ എന്നാണ് അന്തരിച്ചത്? ഇമ്പോർട്ടന്റ് ആണ്. MT അന്തരിക്കുന്നത് 2024 ഡിസംബർ 25, നമ്മുടെ ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 2024 ഡിസംബർ 25. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേരാണെന്ത്? സ്മൃതിപദം. എന്താണ്? സ്മൃതിപദമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. 2025 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട്? പത്മവിഭൂഷൺ ലഭിക്കുന്നുണ്ട്.
വിഭൂഷൺ, മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചതാണ് ആർക്ക്? നമ്മുടെ MT വാസുദേവൻ നായർക്ക്. കുറെ കൃതികളുണ്ട്. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാം ഊഴം, അതേപോലെ തന്നെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, കുട്ടിയെട്ടത്തി, പിന്നെ ഏതാണ് വടക്കൻ വീരഗാഥയ്ക്കൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തിരക്കഥ എഴുതിയിട്ടുണ്ട്. പെരുന്തച്ഛൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പരിണയം സിനിമയ്ക്കൊക്കെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആര്? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ ആരുടേതാണ്? അത് SK പൊറ്റക്കാട് അല്ലെ. SK പൊറ്റക്കാടിൻ്റെതാണ്. അദ്ദേഹം മെയിനായിട്ട് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ് അല്ലെ. അവിടെ എന്തൊക്കെയാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പുകൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? കാപ്പിരികളുടെ നാട്ടിലുണ്ട്, പാതിരാ സൂര്യന്റെ നാട്ടില്, പിന്നെ അതേപോലെ തന്നെ ബാലിദ്വീപ്, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി ഒക്കെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. ഇനി കയർ ആരുടേതാണ്? കയറ് നമ്മുടെ തകഴിയുടേതാണ് അല്ലെ. തകഴിയുടേതാണ് കയറ് വരുന്നത്. അപ്പൊ തകഴിയുടെ കൃതികളും ഇതേപോലെ തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ചെമ്മീൻ, രണ്ടിടങ്ങഴി, അതേപോലെ തന്നെ ബലൂണുകൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ തന്നിരിക്കുന്നവരെല്ലാവരും എന്താണ്? ജ്ഞാനപീഠ ജേതാക്കളാണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? അത് 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് എന്നാണ്? 1980. ഏത് കൃതിക്കാണ്? ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. നെക്സ്റ്റ് തകഴിക്ക് ഏതാണ് വർഷം? തകഴിക്ക് 1984. അതായത് ഏതാണ്? സമഗ്ര സംഭാവനയാണ്. സമഗ്ര സംഭാവന. ഇനി MT വാസുദേവൻ നായർക്ക് ഏത് വർഷമാണ്? അത് 1995 MTക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ONV കുറുപ്പിന്റെ 2007, പിന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 അല്ലെ. ആദ്യം വരുന്ന ആരാണ്? ജി ശങ്കരക്കുറുപ്പ് 1965. അപ്പൊ എങ്ങനെ പഠിക്കുക? 65, 80, 84, 95, 07, 19. ഇങ്ങനെ വല്ല നിങ്ങൾ ഒരു ഫോൺ നമ്പർ പോലെയെങ്കിലും പഠിച്ചു വെക്കുക. 65, 80, 84, 95, 07, 19. ആദ്യം ജി ശങ്കരക്കുറുപ്പ് വരും. പിന്നെ ആരാണ്? ജി ശങ്കറിനും SK പൊറ്റക്കാടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? തകഴി. പിന്നെ ആരാണ്? തകഴി, MT, ONV, അക്കിത്തം. ഓക്കെ, 65, 80, 84, 95, 07, 19. ഇതാണ് അതിന്റെ ഓർഡർ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇതിനെ ഓർഡർ ആക്കാനും ഇതിന്റെ ഓരോരുത്തരുടെ വർഷമൊക്കെ കയറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. ആദ്യത്തെ പത്രം എന്ന് ചോദിച്ചാൽ മതി. ഏതാണ്? രാജ്യസമാചാരം. നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലെ. മലയാളത്തിലെ ആദ്യ പത്രം ചോദിച്ചാൽ അത് രാജ്യസമാചാരമാണ്. ഏത് വർഷം? 1847 തലശ്ശേരി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് തലശ്ശേരി എന്നല്ല ചോദിച്ചത്. അതെന്താണ്? ഇല്ലിക്കുന്നെന്ന് എടുത്ത് ചോദിച്ചു. തലശ്ശേരി എന്ന പേര് തന്നില്ല, ഇല്ലിക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നോർമലി പഠിച്ചു വെക്കുന്നത് 1847 തലശ്ശേരി എന്ന് പഠിച്ചു വെക്കും. പക്ഷെ അവിടെ അത് അവർ എടുത്ത് പറഞ്ഞത് ഇല്ലിക്കുന്നാണ്. ഇല്ലിക്കുന്ന് പ്രസ്സായിരുന്നു അത്. ഓക്കെ ആണല്ലോ. ആരായിരുന്നു രാജ്യസമാചാരം ആരംഭിച്ചത്? അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്ത് ആരംഭിക്കുന്നത്? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത് അല്ലെ. അതിൽ കൂടുതലും എന്തായിരുന്നു? ക്രിസ്തുമത ആശയങ്ങൾക്കാണ്. അത് 1850 ആയപ്പോഴേക്കും അതിന്റെ പ്രസിദ്ധീകരണം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഏതാണ്? നമ്മുടെ പശ്ചിമോദയം. പശ്ചിമോദയം എന്ന് പറയുന്ന മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമോദയമാണ്. അതും ഏത് വർഷം തന്നെയാണ്? 1847 തന്നെയാണ്. തലശ്ശേരി ഇല്ലിക്കുന്നിൽ തന്നെയാണ്. ഈ പറയുന്ന ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. അപ്പൊ ആദ്യ പത്രം ചോദിച്ചാൽ രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം ചോദിച്ചാൽ പശ്ചിമോദയം. രണ്ടും എന്താണ്? എല്ലാ സ്ഥലം, ബാക്കി എല്ലാം ഒന്നാണ്. വർഷങ്ങളും, വർഷം, ആള്, സ്ഥലം എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അതേപോലെ മലയാളത്തിലെ ആദ്യ ശാസ്ത്രമാസിക ചോദിച്ചാൽ അത് ഏതാണ്? അതും നമ്മുടെ പശ്ചിമോദയമാണ്. ഫസ്റ്റ് ശാസ്ത്രമാസിക. ഇനി പശ്ചിമ താരക എന്ന് ചോദിച്ചാൽ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നത് എന്തിന്റെയാണ്? വെസ്റ്റേൺ സ്റ്റാറിന്റെ എഡിഷൻ ആണ് എന്തറിയപ്പെടുന്നത്? അതിന്റെ മലയാളം എഡിഷൻ ആണ് എന്ത്? പശ്ചിമ താരക. വെസ്റ്റേൺ സ്റ്റാർ എന്താ? പശ്ചിമ താരക. വെസ്റ്റേൺ പശ്ചിമം, താരക സ്റ്റാർ. വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷൻ ആണ് പശ്ചിമ താരക എന്നറിയപ്പെട്ടത്. 1864. ഓക്കെ, അതേപോലെ വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം ആദ്യത്തെ എഡിറ്റർ ചോദിക്കാം. ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്ന ആരാണ്? TJ പൈലി ആണ്. TJ പൈലി. ഓക്കെ, ആദ്യത്തെ എഡിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ TJ പൈലി ആണ്. പൈലി. ഇനി ജ്ഞാനനിക്ഷേപമുണ്ട്. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസീൻ ആണ് എന്താ? ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന മാഗസീൻ. അതേപോലെ തന്നെ മൂന്നാമത്തെ പത്രം ഏതെന്ന് ചോദിച്ചാലും അതേതാണ്? ജ്ഞാനനിക്ഷേപമാണ്.
ഏത് വർഷമാണ്? 1848. അതേപോലെ ചോദിക്കാറുണ്ട്, തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യ പത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് ജ്ഞാന നിക്ഷേപമാണ്. അതായത് അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ഇത്, നമ്മുടെ ജ്ഞാന നിക്ഷേപം. ഇതിന്റെ നേതൃത്വം നൽകിയവർ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ജോർജ് മാത്തൻ എന്ന് പറയുന്നത്, റവറൻ ജോർജ് മാത്തനും അതേപോലെ ഡീക്കൻ കോശി. ആരൊക്കെയാണ്? ജോർജ് മാത്തനും ഡീക്കൻ കോശിയും. അപ്പൊ നമുക്കൊന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്താലോ? 47 ആദ്യത്തെ പത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം പശ്ചിമോദയം, മൂന്നാമത്തെ പത്രം ജ്ഞാന നിക്ഷേപം. രാജ്യസമാചാരം എവിടെ നിന്നാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അതേപോലെ 1847 തലശ്ശേരിയിൽ ഇരിക്കുന്നത്, അത് തന്നെയാണ് പശ്ചിമോദയം. ആദ്യത്തെ ശാസ്ത്രമാസിക ചോദിച്ചാൽ അതേതാണ്? പശ്ചിമോദയമാണ്. പശ്ചിമ താരക എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റാർ, 1864 ഇറങ്ങിയ വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ മലയാളം എഡിഷൻ ആണ് എന്താ? പശ്ചിമ താരക. അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആണ് ആര്? TJ പൈലി. ഓക്കെ ആണല്ലോ. അപ്പൊ ജ്ഞാന നിക്ഷേപം എന്തായിരുന്നു? മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസീനാണ്, മലയാളത്തിലെ 3ാമത്തെ പത്രമാണ്. അതേപോലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ് ഇത്, ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? അത് കാറൽമാൻസ് ചരിത്രമാണ്. ഓക്കെ, ആദ്യത്തെ ചവിട്ട് നാടകം. ഓക്കെ, അതെന്താണ്? കാറൽമാൻസ് ചരിത്രമാണ്. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ് നമുക്ക് എന്ത് തരുന്നത്? ചവിട്ട് നാടകം സംഭാവന ചെയ്ത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി അതേപോലെ തന്നെ 2005 നമുക്ക് ഈ പറയുന്ന ചവിട്ട് നാടക അക്കാദമി ഉണ്ട്. അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഗോത്തുരുത്താണ്. ഗോത്തുരുത്ത് എവിടെയാണ്? പറയുന്ന നമ്മുടെ കേരള ചവിട്ട് നാടക അക്കാദമിയാണ് ഗോത്തുരുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോഗി എന്ന് പറയുമ്പോൾ അത് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോൾഫാണ് ബോഗി. ഗോൾഫ്, അതേപോലെ തന്നെ അപ്പൊ ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഗോൾഫ്, ബോഗി നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ലിങ്ക് എന്ന് പറയുന്നത് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെന്താണ്? ചിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലിങ്കസ്, അതൊക്കെ എന്താണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണ്? ബാഡ്മിന്റൺ, സർവീസ്, അത് നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും അല്ലെ. സർവീസ് ഉണ്ട്, സ്മാഷ് ഉണ്ട്, അതേപോലെ തന്നെ ഷട്ടിലുണ്ട് അല്ലെ. ബാഡ്മിന്റൺ കളിക്കുന്നല്ലേ, ഷട്ടിലുണ്ട്, റാക്കറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്കിൽ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? അവിടെയും ഉണ്ട് കേട്ടോ. ഈ പറയുന്ന സ്മാഷ് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതേപോലെ ഡ്യൂസ് ഉണ്ട്, ലോബ്, അതേപോലെ തന്നെ എയ്സ്, ഇതൊക്കെ എന്താണ്? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. നെക്സ്റ്റ് ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. ബീമർ, ചൈനാമാൻ, ഗൂഗ്ലി, ഡക്ക്, അതേപോലെ തന്നെ ഡോളി, ബാറ്റർ, ബൗൺസർ, തേർഡ് മാൻ, അതേപോലെ നോ ബോൾ, ഇതൊക്കെ നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ബോഗി എന്ന പദം എന്താണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പരിശീലകനായിരുന്നത്? അത് എബ്രഹാം റീഡ് ആണ്. ആരാണ്? എബ്രഹാം റീഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് ഈ പറയുന്ന 2020 നമ്മുടെ എന്ത് വരുന്നത്? ടോക്കിയോ ഒളിമ്പിക്സ് വരുന്നത് അല്ലെ. അതില് പരിശീലകനായിരുന്നു ഈ പറയുന്ന. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രെയ്ഗ് ആർതർ ഫാൽട്ടൺ ആണ്. ക്രെയ്ഗ് ആർതർ ഫാൽട്ടൺ, ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നതെന്ന് അറിയില്ല. ക്രെയ്ഗ് ആർതർ ഫാൽട്ടൺ ആണ്. ഇപ്പൊ നിലവില് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പുരുഷ ടീം, അതായത് ഇന്ത്യൻ ഹോക്കി ജൂനിയർ പുരുഷ ടീമിന്റെ പരിശീലകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ PR ശ്രീജേഷ് ആണ്. നമുക്കറിയാം ഇതിന്റെയൊക്കെ ഗോൾ കീപ്പർ ആയിരുന്നു അല്ലെ. PR ശ്രീജേഷ് ആണ് ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ നിലവിലെ മുഖ്യ പരിശീലകൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയമാകും? 2028 സമ്മർ ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സ്, അതായത് എവിടെയാണ് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്? അമേരിക്കയിലാണ്. അതായത് 3ാമത്തെ തവണയാണ്, തേർഡ് ടൈം ആണ് അമേരിക്കയിൽ എന്ത് വരുന്നത്? ഈ ലോസ് ഏഞ്ചൽസിലെ വേദിയാകുന്നത്. ഇതിനു മുമ്പ് ഏതാണ്? 32 വേദിയായിരുന്നു. പിന്നെ ഏതാണ്? 84. ഇനി 2024 സമ്മർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? സമ്മർ ഒളിമ്പിക്സ്
അത് പാരീസ് ആയിരുന്നു. പാരീസ് ഒളിമ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ 2032 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിസ്ബേൺ ആണ്. ബ്രിസ്ബെയിൻ എവിടെയാണ്? ഓസ്ട്രേലിയ ആണ്. 2028 ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. 2024 ആണെങ്കിൽ പാരീസ്. 2024 പാരീസ്. പിന്നെ 32 പിന്നെ 4 വർഷം കഴിയുമ്പോൾ 2028 വരും. അതെവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ്. 32 എവിടെയാണ്? ബ്രിസ്ബെയിൻ ആണ്. നെക്സ്റ്റ് നോക്കാം. അതേപോലെ ജസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുക 2026 ശൈത്യകാല ഒളിമ്പിക്സ് ഉണ്ട്. അതെവിടെയാണ്? അത് മിലാനോ കോർട്ടിന എന്ന് പറയുന്ന സ്ഥലത്താണ്. മിലാനോ കോർട്ടിന അതെവിടെയാണ്? ഇറ്റലിയിലാണ് മിലാനോ കോർട്ടിന. അത് ശൈത്യ ഒളിമ്പിക്സ് ആണ്. വിന്റർ ഒളിമ്പിക്സ് വരുന്നത് എവിടെയാണ്? മിലാനോ കോർട്ടിനയിലാണ്. CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി. ഏറ്റവും വേഗതയേറിയ മെമ്മറി നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി അല്ലെ, ക്യാഷെ മെമ്മറി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ എന്താണ് മെയിൻ മെമ്മറിക്കും അതേപോലെ തന്നെ പ്രോസസ്സിന്റെയും റാമിന്റെയും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏറ്റവും വേഗതയേറിയതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ USB ഇതൊക്കെ ഇല്ലേ, USB ഫ്ലാഷ് ഡ്രൈവിലൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി, അതേപോലെ നമ്മുടെ മെമ്മറി കാർഡിലൊക്കെ ഉള്ളത് ഈ പറയുന്ന ഫ്ലാഷ് മെമ്മറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതിൽ ആൻസർ വരേണ്ടത് ലിനക്സ് ആണ്. അതായത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? അതായത് നമുക്ക് ആ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് എന്താണ് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം. ഓക്കെ, എല്ലാം അതിന് പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എങ്കിൽ ഈ പറയുന്ന iOS, അതേപോലെ തന്നെ MS-DOS, അതേപോലെ തന്നെ വിൻഡോസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് നമുക്കതിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ അതിന്റെ എന്താണ് നമുക്ക് റൈറ്റ്സ് ഉണ്ടാകും അവർക്ക്. ഓക്കെ, നമ്മൾ വാങ്ങേണ്ടി വരും. നമ്മൾ പറയത്തില്ല ചില സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ മേടിക്കണം, അല്ലാണ്ട് വെറുതെ കിട്ടില്ല എന്ന് പറയത്തില്ല. ആ സാധനങ്ങളാണ്. അതായത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ അതിന് ആർക്കാണോ അതിന്റെ റൈറ്റ്സ് ഉള്ള അവരുടെയും നമ്മൾ എന്ത് ചെയ്യണം? കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അങ്ങനെയുള്ളതൊക്കെയാണ് iOS ഉണ്ട്, MS-DOS, വിൻഡോസ് ഒക്കെ. ഇനി അല്ലാത്ത ഒരെണ്ണം കൂടിയുണ്ട്, ഫ്രീ ഫയർ എന്ന് പറയുന്നത്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അതിന്റെ എന്ത് പറ്റില്ല? സോഴ്സ് കോഡ് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളതാണ് ഈ പറയുന്ന സ്കൈപ്പ് ഉണ്ട്, അതേപോലെ ജിംബ്, VLC മീഡിയ പ്ലെയർ ഒക്കെ എന്താണ്? ഈ പറയുന്ന ഫ്രീ ഫയർ ആണ്. അപ്പൊ എന്താണ് ലിനക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആണ്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ സോഴ്സ് കോഡിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഉയർന്ന ബാൻഡ് വിത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണെന്നാണ് യോജിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം അല്ലെ, അതൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറുകളാണ്. നമുക്കറിയാം അതിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ്. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എന്താണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യാനാണ് എന്ത് വേൾഡ് വൈഡ് വെബ് ഉള്ളത്. ആരാണ് ഇതിന്റെ WWWന്റെ പിതാവ് എന്ന് പറയുന്നത്? അത് ടിം ബെർണേഴ്സ്ലി ആണ്. ആരാണ്? ടിം ബെർണേഴ്സ്ലി. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് നൽകുന്ന IT ആക്ടിലെ വകുപ്പ് ശിക്ഷ ഏതാണെന്ന്? IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്ന്? ഏതാണ്? അത് 67 പ്രകാരമാണ്. അതായത് ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് എന്തൊക്കെയാണ് തടവെന്ന് പറയുന്നത്, ശിക്ഷ എന്ന് പറയുന്നത്? അതായത് ആദ്യം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് കിട്ടും. ഓക്കെ, 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ്. ഇത് വീണ്ടും ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അശ്ലീല ഉള്ളടക്കം 67 ആണ്, 3 വർഷം തടവും 5 ലക്ഷം രൂപയും. അല്ലെങ്കിൽ എന്താണ്? വീണ്ടും ആവർത്തിച്ചാൽ 5 വർഷം തടവും 10 ലക്ഷം രൂപയുമാണ്. 65 എന്താണ്? അതായത് ഈ കമ്പ്യൂട്ടർ സോഴ്സ് കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഴ്സ് കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ഈ പറയുന്ന 65 എന്ന് പറയുന്നത്. അവിടെ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? 2 ലക്ഷം രൂപയും 3 വർഷവുമാണ് പിഴ എന്ന് പറയുന്നത്. 66 എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളുടെ ശിക്ഷയാണ് പറയുന്നത്.
പൊതുവെ പറയുന്നതാണ് വകുപ്പ് 66. 70 എന്താണ് പറയുന്നത്? 70 എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മുടെ സംരക്ഷിത സിസ്റ്റമാക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ സുപ്രധാന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ അതൊരു സെക്യൂർഡ് ആക്കാനുള്ള അധികാരം ആർക്ക്? സർക്കാരിനുണ്ടെന്ന് പറയുന്നത് സെക്ഷൻ 70 പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ്? ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. പിന്നെന്താ പറയുന്നത്? 1987 എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അതായത് 87 ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നുണ്ട്. 87 ഏത് വർഷമാണ്? സെപ്റ്റംബർ 16 ഇത് ഒപ്പിട്ട ദിവസത്തെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന 1989 ജനുവരി 1 ഈ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും ആ സമയത്ത് UN അംഗമായിരുന്ന എല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ച ഒരേ ഒരു ഉടമ്പടിയായിരുന്നു എന്ത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്ന CFC എന്ന് പറയുന്ന സാധനം, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗം അങ്ങ് മൊത്തത്തിൽ അങ്ങ് നിർത്തലാക്കും. എന്നിട്ട് അവർ പകരമായിട്ട് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് കൊണ്ടുവരും. ഓക്കെ, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ കൊണ്ടുവരുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ നാൾക്ക് ശേഷം അവർക്ക് മനസ്സിലാകും ഇതും ഭയങ്കര ഡേഞ്ചറായ സാധനമാണെന്ന് മനസ്സിലാകും. അങ്ങനെ 2016 എന്ത് ചെയ്യുന്നത്? ഇത് ഭേദഗതി ചെയ്യും. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ ഭേദഗതി ചെയ്തിട്ട് ഈ ഹൈഡ്രോ ഫ്ലൂറോ കാർബണും എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വരും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു മോൺട്രിയൽ പ്രോട്ടോകോൾ വഴിയാണ് നമ്മുടെ അന്റാർട്ടിക്കയുടെ മേളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോള് വന്നതൊക്കെ പതിയെ പതിയെ അടയാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി 1987 ഏതാണ്? 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ചതാണ് എന്ന് മോൺട്രിയൽ പ്രോട്ടോകോൾ. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ഏതാണ്? നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യനിൽ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ മിസ്റ്റേക്ക് ഉണ്ട് വായിക്കുമ്പോൾ. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ എന്തെല്ലാം? ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ അവരങ്ങ് ജീവിപ്പിക്കുക, അല്ലെ? നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാഞ്ചുറികളും ഒക്കെയാണ് അതിൽ വരുന്നത്. 3ഉം 4ഉം വരും. ഓപ്ഷൻ സി. എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഓൾറെഡി ഉള്ള സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്തു? അവരെ എക്സിറ്റ് അടിച്ചു. ഓക്കെ, അവരെ പുറത്താക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മൾ കൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കുകയാണ്. അതിനെയാണ് എക്സിറ്റീവ് കൺസർവേഷൻ. സുവോളജിക്കൽ ഗാർഡൻ വരും, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, മൃഗശാലകളൊക്കെ എക്സിറ്റീവ് ആണ്, അല്ലെ? അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സിറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന്? ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പസഫിക് സമുദ്രത്തിലും ഹവായിക്കും, അതായത് കാലിഫോർണിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഒരു സ്ഥലം. അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയത് എന്ത് സാധനമായിരിക്കും? പ്ലാസ്റ്റിക് ആയിരിക്കും, അല്ല? പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിരുന്നത്. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? അപ്പൊ ആദ്യം നമുക്ക് നോക്കണം എന്താണ് യൂട്രോഫിക്കേഷൻ നോക്കണം. അതായത് ഈ പറയുന്ന നമ്മുടെ എന്താണ് ജലാശയങ്ങളിലൊക്കെ നൈട്രജൻ, ഫോസ്ഫറസ് ഏതൊക്കെയാണ്? നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഈ പോഷകങ്ങൾ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ആൽഗ, അതേപോലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ തുടങ്ങിയ സൂക്ഷ്മാണുക്കളൊക്കെ എന്ത് ചെയ്യും? അമിതമായിട്ട് അങ്ങ് വളരും. അതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താ? മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകും, പിന്നെന്താണ്? സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്ന ഏതൊക്കെ മൂലകങ്ങളാണ്? ഫോസ്ഫറസും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ഈ 2 മൂലകങ്ങൾ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക, യൂട്രോഫിക്കേഷൻ ഫോസ്ഫറസും നൈട്രജനുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആവോടുകൂടി നമ്മുടെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആകും. അപ്പൊ നമുക്ക് ഇന്നത്തെ 72/25 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സുകളും നമ്മുടെ ഡെയിലി ബൂസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്